പരിശുദ്ധമായ ഖുർആനിലെ വളരെ ശ്രേഷ്ഠമായ ഫാത്തിഹ സൂറത്തിനെ കുറിച്ചിട്ടായിട്ട് ഞങ്ങൾ ചർച്ചയാക്കി. ഫാത്തിഹ സൂറത്ത് എങ്ങനെ ഓതണം, ഫാത്തിഹ സൂറത്തിലെ അർത്ഥം ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അതുപോലെ ഫാത്തിഹ സൂറത്തിലെ തജ്വീദിയായിട്ടുള്ള നിയമം എന്ത്, ഇതെല്ലാം ആയിട്ട് ഇവിടെ ഞങ്ങൾ ഓതിക്കൊണ്ട് വന്നേ. ഇനി പരിശുദ്ധമായ ഈ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ അത് ഞങ്ങൾ എന്തിനെ സൂക്ഷിക്കണം ചെന്നിട്ട് ഞങ്ങളുടെ കർമ്മശാസ്ത്ര ഫിഖ് ഗ്രന്ഥം എന്തിനെ ചെന്നിട്ട് ഒരു ചെറിയ രൂപത്തിൽ 2 ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കണം. അപ്പോൾ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് ചൊല്ലുമ്പോൾ നിസ്കാരത്തിക്ക് 14 ഫർളുണ്ട്. ആ 14 ഫർളിനെ മാത്രമേ ഞങ്ങളുടെ നിസ്കാരം ശരിയാവിടെ. അതിൽ ഒന്നാമത്തേത് നിയത്തായിട്ട് നിയത്തിനെ മാത്രം നിസ്കാരം ശരിയാവിടെ. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടത്. മൂന്നാമത്തേത് ഖിയാമുൽ ഖാദിർ കഴിവുള്ളങ്ങ് നിൽക്കണം, അങ്ങ് നിന്നിട്ടേ നിസ്കരിക്കണം. നാലാമത്തേതായിട്ട് ഖിറാഅത്തു ഫാത്തിഹ ഖിയാമി കുല്ലി റകഅത്തിൻ ഇല്ലാ റകഅത മസ്ബൂക്കിൻ. അതായത് എല്ലാ റകഅത്തിലും നിസ്കാരത്തെ എത്ര റകഅത്തുണ്ടോ എല്ലാ റകഅത്തിലും ഫാത്തിഹ സൂറത്ത് നിർബന്ധമായിട്ട് ഓതുന്നുണ്ട്. ഫാത്തിഹ സൂറത്ത് ഓതിയെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവിടെ. അവിടെ മസ്ബൂക്ക് ആവുമ്പോൾ അവനക്ക് വേറെ വെക്കും. അപ്പോൾ എല്ലാ റകഅത്തിലും ഫാത്തിഹ ഓതിയെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഒരാൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഫാത്തിഹ സൂറത്ത് റകഅത്തിൽ ഓതില്ലെങ്കിൽ അവന് നിസ്കാരമേ ഇല്ലാണ്ടാണ് ഈ കുല്ലി റകഅത്തിന് എല്ലാ റകഅത്തിലും ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്. അപ്പോൾ എല്ലാ റകഅത്തിലും ഫാത്തിഹ ഓതുക നമുക്ക് നിർബന്ധമാണ്. മാൽ ബസ്മലത്തി ബിസ്മിയോട് കൂടെ ഓതണം. ബിസ്മില്ലാണ്ട് കാലി അൽഹംദുലില്ലാണ്ട് ഓതിയെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ചില മദ്ഹബിൽ അങ്ങനെ ഉണ്ട്. അതായത് ഫാത്തിഹയിൽ പെട്ടതല്ല ബിസ്മി, ഫാത്തിഹയിൽ ഉള്ളതല്ല ബിസ്മി, അതുകൊണ്ട് ബിസ്മി ഓതേണ്ടതില്ല ചെന്നിട്ട് ചില മദ്ഹബിലുണ്ട്. പക്ഷെ ഞങ്ങളുടെ മദ്ഹബ് അങ്ങനെയല്ല. എല്ലാ ഫാത്തിഹ ഓതുമ്പോൾ ഫൈനഹ ആയത്തു മിൻഹ, ആ ബിസ്മി ചൊല്ലേണ്ടത് അത് ഫാത്തിഹയുടെ ഒരു ആയത്തിൽ പെട്ടതാണ്. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറഅഹ തുമ്മൽ ഫാത്തിഹത വഅദ്ദഹ ആയത്തു മിൻഹ. ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ഓതിട്ട് പിന്നെ അൽഹംദുലില്ലാഹ് ഓതിയെന്ന്. അതുകൊണ്ട് ഈ ബിസ്മി ചൊല്ലേണ്ടത് ഫാത്തിഹ സൂറത്തിൽ പെട്ടതാണ്. അപ്പൊ ഖുർആനിലുള്ള എല്ലാ സൂറത്തിലും ഈ ബിസ്മി അത് ആ സൂറത്തിൽപ്പെട്ട ബിസ്മി ആയിട്ട് ഗൈറ ബറാത്തിൻ, ബറാത്ത് സൂറത്തിൽ എന്തില്ല, അവിടെ ബിസ്മി ഇല്ല. അപ്പൊ ഈ ഓതുമ്പം ആ ഫാത്തിഹ സൂറത്തിൽ ഷദ്ദ് ഉള്ളത് ആ ഷദ്ദ് പരിഗണിച്ചിട്ട് ഷദ്ദ് കൊടുത്തിട്ടേ ഓതണം. 14 ഷദ്ദ് ഫാത്തിഹ സൂറത്തിലുണ്ട്. ഇയ്യാക്ക ചൊല്ലുമ്പോഴുള്ള ഷദ്ദ് ഇതുപോലെ 14 ഷദ്ദുണ്ട്. ഈ 14 ഷദ്ദും അത് പരിഗണിച്ചിട്ട് ഓതണം. കാരണം എന്താ വന്നെങ്കിൽ അന്നൽ ഹർഫൽ മുശദ്ദദ ബിഹർഫൈനി, ഒരു ഷദ്ദുള്ള ഒരു അക്ഷരം അത് 2 അക്ഷരത്തെ സ്ഥാനത്തിലാണ്. ഫൈദാ ഖുഫിഫ ബഖല മിൻഹാ ഹർഫുൻ, അതിൽ ഒരാൾ ഷദ്ദ് കൊടുക്കാണ്ട് ലഘു ആക്കിയിട്ട് ഓതിയെങ്കിൽ അവന്റെ ഫാത്തിഹമേ ശരിയാവുക സാധ്യതയില്ല. ഫാത്തിഹ റോങ് ആവിടൂ, തപ്പാവിടൂ. അതുകൊണ്ട് അത് പരിഗണിച്ചിട്ടാണ് ഓതനായെ. പിന്നെ ചൊല്ലു റിയായത്തുൽ ഹുറൂഫി ഫിഹ, ആ ഫാത്തിഹയിലുള്ള ഓരോ അക്ഷരങ്ങളെ പരിഗണിച്ചിട്ട് ഓതണോ. ഓരോ അക്ഷരം അത് ക്ലിയർ ആയിട്ട് കൊണ്ടുവരേണ്ട രൂപത്തിൽ. നമ്മൾ ഇന്നലെ ചർച്ചയാക്കുമ്പോൾ ചെന്ന അങ്ങനെ ഓതിയെങ്കിൽ ആ അക്ഷരം കൊണ്ട് ഈ അക്ഷരം കൊണ്ട് അങ്ങനെ ഒന്നും വരാണ്ട് എല്ലാ അക്ഷരങ്ങളും ശ്രദ്ധിച്ചിട്ടായിട്ട് ഫാത്തിഹ സൂറത്ത് ഓതനായെ. അപ്പൊ ഈ മഹാന് ചൊല്ലു വഹിയ അലാ ഖിറാഅത്തി മലിക്കിൻ ബിലാ അലിഫിൻ, മലിക്കി ചൊല്ലുന്ന ഖിറാഅത്ത് അങ്ങനെ ഒരു ഓതിയെങ്കിലും ശരിയാവും. മലിക്കി യൗമിദ്ദീൻ, മാലിക്കി യൗമിദ്ദീൻ അവിടെ മലിക്കി യൗമിദ്ദീൻ ഓതിയെങ്കിലും ശരിയാവും. അപ്പൊ ഈ മലിക്ക് അപ്പോൾ അലിഫ് പോയി, അപ്പൊ അത് തൊന്തരയില്ല. അങ്ങനെ മലിക്കി യൗമിദ്ദീനിൽ നോക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിൽ എത്ര അക്ഷരം ഉണ്ടോ, മിഅത്തും വാഹിദത്തും അർബഊന ഹർഫ, അവിടെ 141 അക്ഷരം ഉണ്ടോ. അങ്ങനെ ഷദ്ദും അതൊക്കെ കൂട്ടിയെങ്കിൽ 155 അക്ഷരം ഉണ്ടോ. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഒരു നിസ്കാരത്തിൽ ഓതുമ്പോൾ 155 അക്ഷരം വന്നിട്ടേ അവിടെ ഓതണോ, ഇല്ലെങ്കിൽ ആ ഫാത്തിഹ ശരിയാവില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചൊന്നുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളത്തിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് കൃത്യമായിട്ട് ഓതുകൊള്ളുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹളറത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തും ചൊന്ന വിഷയങ്ങൾ അള്ളാഹു ഞങ്ങൾ സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് ഞങ്ങളെ പൊരുത്തം കാവലും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും, അതുപോലെ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾക്കും എല്ലാ നാളിലെ ഈ ഫാത്തിഹ എത്തലോടുകൂടെ എനിക്ക് വലിയ സന്തോഷവും അനുഗ്രഹം നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.